ഒരുപക്ഷെ 2016 യു ഡി എഫിന് അധികാര തുടർച്ച ഉണ്ടാവാതിരിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു നമ്മൾ കാണേണ്ടത്. അത് ലീഗിനും വളരെ വ്യക്തമായിരുന്നു. ലീഗ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ നെടുന്തൂണാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രി തർക്കം വലിയ മൂർധന്യത്തിലെത്തുകയും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു ഉപമുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗിൽ നിന്നും ഒരു ഉപമുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രി വരെ വെക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ തിരിച്ചു വന്നത്, പക്ഷേ അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് DK ഒതുക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. രാജേട്ടാ നമസ്കാരം. 4-ാം തീയതി രാവിലെ ഒരു 11 മണി അല്ലെങ്കിൽ 11:30യോട് കൂടിയിട്ട് നമുക്ക് കേരളം ആര് ഭരിക്കും എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. 48 മണിക്കൂറിന് താഴെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന് അധികാരം കിട്ടി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും മറ്റു ഘടകകക്ഷികൾക്കകത്തെല്ലാം. കാരണം മന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, മന്ത്രിമാരുടെ സ്റ്റാഫിനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരിൽ പല മന്ത്രിമാരുടെ സ്റ്റാഫാകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പല ആളുകളും തിരുവനന്തപുരത്ത് പോയിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. കോർപ്പറേഷൻ ചെയർമാൻമാരാകേണ്ടവർ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും യു ഡി എഫിൻ്റെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം യു ഡി എഫിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായി മാറും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ബലമായ സംശയങ്ങളുണ്ട്. ഏതൊക്കെയായാലും ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ഉപമുഖ്യമന്ത്രി വരുമോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ലീഗിനി ആവശ്യപ്പെടത്തില്ല. ലീഗ് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് 6-ാം മന്ത്രിസ്ഥാനമാണ്. ഇങ്ങനെ ഒരു 6-ാം മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെടുന്നത് വഴി യു ഡി എഫിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും? ലീഗിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ 4 മന്ത്രിമാരുണ്ടായിരുന്ന സ്ഥലത്ത് മഞ്ഞളാംകുഴി അലിയെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു മന്ത്രിസ്ഥാനം കൂടി അധികം ചോദിച്ചു. മഞ്ഞളാംകുഴി അലിയെ ഈ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം LDFിൻ്റെ ഭാഗമായിരുന്നതാണ്. അദ്ദേഹം CPM പല നേതാക്കന്മാരുമായി അടുത്ത് ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. കൈരളിയൊക്കെ സ്ഥാപിക്കുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം CPM നേതൃത്വമായി തെറ്റി നിൽക്കുന്ന സമയത്താണ് ലീഗ് അദ്ദേഹത്തിന് വലിയ ഒരു ഓഫർ വെക്കുന്നത്, ജയിച്ച് കയറി വന്നാൽ മന്ത്രിയാവുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ തവണ 4 മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ മഞ്ഞളാംകുഴി അലി മന്ത്രിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് മഞ്ഞളാംകുഴി അലി തന്നെ ലീഗ് നേതൃത്വമായിട്ട് ഇടയുന്നൊരവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കൂടി അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ലീഗിൻ്റെ ഒരു സത്യസന്ധത കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവർ UDF വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും 3ാമതൊരു മന്ത്രിസ്ഥാനം കൂടി 6 മാസത്തിന് ശേഷമാണ് മഞ്ഞളാംകുഴി അലി മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, 5ാമതൊരു മന്ത്രി കൂടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വലിയ വിഷയങ്ങളുണ്ടായി. കാരണം അത് മറ്റ് സാമുദായിക സംഘടനകളൊക്കെ വലിയ രീതിയിൽ വിമർശനമായി വരികയും പ്രത്യേകിച്ച് SNDP പോലുള്ള സംഘടനകളൊക്കെ അത് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കുകയും അത് പിന്നീട് ഇവിടെയുള്ള മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ വലിയ ഒരു ആരോപണമായി ഉന്നയിക്കുകയൊക്കെ ചെയ്തു. ഒരുപക്ഷെ 2016 യു ഡി എഫിന് അധികാര തുടർച്ച ഉണ്ടാവാതിരിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു നമ്മൾ കാണേണ്ടത്. അത് ലീഗിനും വളരെ വ്യക്തമായിരുന്നു. ലീഗ് 10 വർഷക്കാലൊക്കെ അധികാരത്തിൽ നിന്നൊക്കെ പുറത്തു നിൽക്കാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നും ഈ 5ാം മന്ത്രി ആയിരുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തവണ അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആവശ്യം ഉന്നയിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞത്. കാരണം അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ UDF അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും വർഗീയ സംഘടനകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകൾക്കൊക്കെ അതൊരു ആഘോഷമാക്കാനുള്ള വലിയൊരു ആരോപണമായി ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് ലീഗ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ 6ാം മന്ത്രിസ്ഥാനത്തിലേക്കുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവർ ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനം ചോദിച്ചേക്കും എന്നുള്ളതാണ്. മന്ത്രി അല്ലെങ്കിൽ ഒരു സ്പീക്കർ സ്ഥാനം ചിലപ്പോൾ ചോദിച്ചേക്കും. അപ്പോൾ ഒരു 6ാം ക്യാബിനറ്റ് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും. അതുകൊണ്ട് നേരത്തെ നമുക്കറിയാം ലീഗിൽ നിന്നൊക്കെ സ്പീക്കറൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. ഇത്തവണ അവർക്ക് സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനൊക്കെ സാധ്യതയുണ്ട്. സ്പീക്കർ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പോലും 24 സീറ്റൊക്കെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ സ്പീക്കർ സ്ഥാനം തന്നെ ചോദിച്ചേക്കുമെന്ന് നമുക്ക് കാണുന്നത്. നേരത്തെ ഈ ചീഫ് വിപ്പ് സ്ഥാനം ഒക്കെ നേരത്തെ ലീഗിനുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് 4 മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഒരു ചീഫ് വിപ്പും ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ 4 പേരും ബാക്കി 2 പേർ ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരുടെ എണ്ണത്തിൽ ലീഗിന് കൂടുതൽ കൊടുത്തു എന്നുള്ളൊരു ആരോപണം
ആരോപണം കുറയും. അതേസമയം അവർക്ക് ക്യാബിനറ്റ് റാങ്കുകൾ 6 ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ലീഗിന് ശരിക്കും ബാലൻസ് ചെയ്ത് നിർത്താനും പറ്റും, ആരോപണങ്ങളിൽ നിന്ന് UDF-ന് പുറത്ത് കടക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മളിൽ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, ഒരുപാട് പേര് മന്ത്രിക്കുപ്പായം അതൊക്കെ തയ്ച്ചു നിൽക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഘടകകക്ഷികളിൽ 2011-16 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSPക്ക് മറ്റേ ഈ പറഞ്ഞ CMPക്കൊന്നും MLA ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം CMP തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കാനുള്ള സാധ്യത, CP ജോൺ അവിടെ RMP ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല പല ഒരുപാട് ചെറിയ ഘടകകക്ഷികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് PV അൻവർ വല്ല ഇതിനും ജയിച്ച് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് G സുധാകരൻ വിജയിച്ചു കഴിഞ്ഞാലത്തെ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഐഷ പോറ്റിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ, അല്ല കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഘടകകക്ഷിയിലെ പറഞ്ഞത്, കാരണം കോൺഗ്രസിനകത്ത് തന്നെ അവരെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായും ഇങ്ങനെ ഒരുപാട് വലിയ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും ഒക്കെ ഒരു ക്യാബിനറ്റ് സ്ഥാനങ്ങൾ, ഒരു 6 ക്യാബിനറ്റ് പദവിയൊക്കെ ലീഗിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാകുന്ന ഒരു കാര്യമാണോ? അല്ല, പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം അധികാരത്തിലില്ലാതിരുന്ന UDF-നെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗ് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അവർക്കൊരു 24 സീറ്റൊക്കെ ജയിക്കാൻ പറ്റിയാൽ ലീഗിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ 24 സീറ്റുള്ള ഒരു പാർട്ടിക്ക് 4 മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6 സ്വാഭാവികമാണ്. അതിൽ വേറെ എന്തെങ്കിലും കൃത്രിമത്വം നടത്തിയെന്നോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾക്കും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ലീഗ് യഥാർത്ഥത്തിൽ UDF-ന്റെ നെടുന്തൂണാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ നമുക്ക് ലീഗിൻ്റെ ഒരു സ്വാധീനത്തെ നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല, അവരുടെ ആത്മാർത്ഥതയും കുറച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലീഗ് ഒരു നിർണായക ശക്തി തന്നെയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവരേതെങ്കിലും തരത്തിൽ 6 മന്ത്രിസ്ഥാനമല്ല ചോദിക്കാന്ന് ഞാൻ ഈ പറഞ്ഞത്. 6 ക്യാബിനറ്റ് റാങ്ക് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും, പക്ഷേ 4 മന്ത്രിമാരിൽ അവർ മന്ത്രിസ്ഥാനം ഒതുക്കും എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. പക്ഷേ ഇതിനകത്ത് മറ്റേ കോൺഗ്രസിനകത്ത് ഈ മുഖ്യമന്ത്രി തർക്കം വലിയ മൂർധന്യത്തിലെത്തുകയും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു ഉപമുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗിൽ നിന്നും ഒരു ഉപമുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രി വരെ വെക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തായാലും അവകാശം ഉന്നയിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിൽ തർക്കം രൂക്ഷമായാലും, ഇപ്പോൾ കർണാടക മോഡലിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുണ്ടായ തർക്കം വലിയ ഘട്ടത്തെത്തുകയും അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി 10 ദിവസത്തേക്ക് പറ്റാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് ഉടൻ തന്നെ മന്ത്രിസഭ ഉടൻ തന്നെ രൂപീകരിക്കേണ്ടതുണ്ട് എന്ന് ഗവർണർ ചില ഇൻഡിക്കേഷൻ കൊടുത്തതിന് ശേഷമാണ് അവർക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ DK ശിവകുമാറായിരുന്നു ഏറ്റവും കൂടുതൽ ശക്തമായ മുന്നേറ്റം നടത്തിയത്. ഒരുപക്ഷെ കർണാടകയിലെ ഇപ്പോൾ ഉള്ള ഈ കോൺഗ്രസ് സർക്കാർ ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് DK ശിവകുമാറിൻ്റെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പണവും ചിലവായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടത്തിയ വലിയ ശ്രമങ്ങൾ, സമയവും ഒക്കെ നല്ല കൃത്യമായ പ്രവർത്തനമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം നീണ്ടു നിന്ന ഒരുക്കങ്ങളാണ് കർണാടകത്തിൽ ഈ സർക്കാർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് DK ശിവകുമാർ നടത്തിയത്. അതിൻ്റെ ഫലമായിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ തിരിച്ചു വന്നത്. പക്ഷേ അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് DK ഒതുക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് DK ശിവകുമാറിനെ കുറഞ്ഞ വർഷം ഒരു 2 വർഷമെങ്കിലും മുഖ്യമന്ത്രി ആക്കണം. 2 വർഷമുണ്ടോ? 2 വർഷമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സിദ്ധരാമയ്യ അവരിപ്പോഴും കൈയൊഴിയാൻ തയ്യാറല്ല. അവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് DK ശിവകുമാർ തുടക്കം തൊട്ടേ കോൺഗ്രസ് ആയിരുന്നു, പക്ഷേ സിദ്ധരാമയ്യ തുടക്കം തൊട്ടേ കോൺഗ്രസ് ആയിരുന്നില്ല എന്നും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു പ്രശ്നമില്ലാതെ കടന്നു പോകുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണത്തിന് യാതൊരു തടസ്സമില്ലാതെ കോൺഗ്രസ് സർക്കാർ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മാത്രമല്ല, അവിടുത്തെ സിദ്ധരാമയ്യ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് BJP അവർക്ക് പറ്റാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് പോലും ആ സർക്കാർ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. DK ശിവകുമാറിനെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. പല രീതിയിൽ അഴിമതി കേസിലൊക്കെ നടത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യെ ജയിലാക്കാൻ വേണ്ടി ശിവകുമാർമാരല്ല കേരളത്തിൽ. അല്ല, അത് ശരിയാണ്. പക്ഷേ DK ശിവകുമാറിന്റെ അത്രയും വലിയ ഒരു ശക്തിയുള്ളവർ ആരും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇല്ല എന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രി എന്ന് വെച്ചുകൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഒരു മുഖ്യമന്ത്രിയേ ഉണ്ടാവുള്ളൂ. മറ്റൊരാൾ ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയേക്കാം. അല്ലാതെ ഒരു ഉപമുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസിങ് ഉണ്ടാവില്ല എന്നും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുന്നാൽ നേരത്തെ അങ്ങനെ ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട്
ഒരുപക്ഷെ ഇവിടെ തർക്കം അതിരൂക്ഷം. ഇപ്പം KC വേണുഗോപാൽ എന്തായാലും പിന്നോട്ട് പോയി എന്നുള്ള അമലിൽ കാണേണ്ടത്. അപ്പോൾ ഇനിയുള്ളത് ഈ RCയും VD ആണ്. അപ്പോൾ ഇനി RCയും VDയും തമ്മിൽ ഇനി ഒരു കോംപ്രമൈസിലെത്തും, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തും. AICC ഒരു പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായും അംഗീകരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വലിയ വിയോജിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഹൈക്കമാൻഡാണ് തീരുമാനിച്ചതെന്നും നിങ്ങളത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരാൾ മുഖ്യമന്ത്രിയാവും. അത് സ്വാഭാവികമായ ആണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VD സദസ്യനായിരിക്കില്ല, രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. പക്ഷേ മെയ് 4-ാം തീയതി ആര് രാജിവെക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. അതായത് ഏപ്രിൽ 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത UDF സർക്കാരാണോ, അതോ 2021 മെയ്യിൽ സത്യപ്രതിജ്ഞ ചെയ്ത LDF സർക്കാരാണോ മെയ് 4-ാം തീയതി അത് നമ്മളിപ്പം എന്ന് പറയാം, ഇനി ഞാൻ പറഞ്ഞല്ലോ 48 മണിക്കൂർ പോലും ഇല്ലാത്ത 40 മണിക്കൂറേ ഉള്ളൂ. യഥാർത്ഥത്തിൽ 40 മണിക്കൂറേ ഉള്ളൂ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ജനങ്ങൾ എന്താണ് തീരുമാനിച്ചത് നമുക്കറിയില്ല. അതുകൊണ്ട് ആരാണ് വരിക അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പം പ്രവചനം നടത്താൻ പറ്റില്ല. നമ്മൾ പലതവണ പ്രവചനം നടത്തിയാണ്. എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് UDFൻ്റെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് യാതൊരു ഒറ്റക്കാര്യം മാത്രമല്ല, രാജേഷേട്ടൻ്റെ വിശ്വാസം രാജേഷേട്ടനെ രക്ഷിക്കും. തീർച്ചയായും എന്നെ രക്ഷിക്കാനല്ല, എനിക്ക് പ്രത്യേകിച്ച് രക്ഷയോ ശിക്ഷയൊന്നുമില്ല. എനിക്ക് ഏത് സർക്കാർ വന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരേപോലെ കാണുന്നു. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലുള്ളൊരു ട്രെൻഡ് വെച്ച് ഞാൻ പറയുന്നു UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്.